നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മംഗളൂരുവിൽ VHP പ്രവർത്തകൻ സുഹാസ് ഷെട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 8 പേർ അറസ്റ്റിൽ. CCTV ദൃശ്യങ്ങളുടെ ചുവട് പിടിച്ച് നടന്ന അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കുമ്പളയിൽ ടോൾഗേറ്റ് സ്ഥാപിക്കുവാനുള്ള തീരുമാനത്തിനെതിരെ ആക്ഷൻ കമ്മിറ്റി രംഗത്ത്. 2 ടോൾഗേറ്റുകൾ തമ്മിൽ 60 കിലോമീറ്റർ ദൂര വ്യത്യാസം വേണമെന്നിരിക്കെ കുമ്പളയിൽ ടോൾ ഈടാക്കുന്നത് അന്യായമെന്ന് AKM അഷ്റഫ് MLA. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ 35ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം ചെട്ടുംകുഴിയിലെ റോയൽ കൺവെൻഷൻ സെന്ററിൽ നടന്നു. പൊതുസമ്മേളനം കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. വഴിയോരങ്ങളിലും വീടുകൾക്ക് മുന്നിലും ചെഞ്ചായമണിഞ്ഞ് പൂത്തുലഞ്ഞ് ഗുൽമോഹർ. ഇത് മെയ് മാസത്തിലെ നയന മനോഹര കാഴ്ച. ലഹരി വിരുദ്ധ സന്ദേശ യാത്രയുമായി കായിക വകുപ്പ്. കിക്ക് ട്രക്ക് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന യാത്ര 5-ാം തീയതി കാസർഗോട്ട് നിന്നും ആരംഭിക്കും. തൃക്കരിപ്പൂർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ ദേശീയ സെമിനാർ നടത്തി. വിദഗ്ധർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മംഗളൂരുവിൽ VHP പ്രവർത്തകൻ സുഹാസ് ഷെട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 8 പേർ അറസ്റ്റിൽ. CCTV ദൃശ്യങ്ങളുടെ ചുവട് പിടിച്ച് നടന്ന അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കർണാടകയെ തന്നെ നടുക്കിയ കൊലപാതക കേസിൽ 4 പോലീസ് സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. മംഗളൂരു ബജ്പൈ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കിന്നിപ്പദവ് ജംഗ്ഷനിൽ നടു റോഡിൽ വ്യാഴാഴ്ച രാത്രി ബജറംഗ് ദൾ പ്രവർത്തകൻ സുഹാസ് ഷെട്ടിയെ വാഹനമിടിപ്പിച്ച് തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 8 പേർ അറസ്റ്റിൽ. മംഗളൂരു ബജ്പെ ശാന്തിഗുഡയിലെ അബ്ദുൽ സഫ്വാൻ, നിയാസ്, മുഹമ്മദ് മുസമിർ, കുർസുഗുഡയിലെ കലന്തർ ഷാഫി, മംഗളാപേട്ടയിലെ ആദിൽ മെഹ്റൂഫ്, ചിക്കമംഗളൂരു മാവിനക്കര കോട്ടെഹൊളയിലെ M നാഗരാജ്, തോക്കൂർ ജോക്കട്ടയിലെ മുഹമ്മദ് റിസ്വാൻ, രഞ്ജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായ ആദിൽ മെഹ്റൂഫ് 2022 കൊല്ലപ്പെട്ട ഫാസിലിൻ്റെ സഹോദരനാണ്. മംഗലാപുരം സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ വാർത്താസമ്മേളനം നടത്തിയാണ് അറസ്റ്റ് വിവരം അറിയിച്ചത്. 1-ാം പ്രതിയായ അബ്ദുൽ സഫ്വാനാണ് കൊലപാതകം ആസൂത്രണം നടത്തിയതെന്ന് പോലീസ് വെളിപ്പെടുത്തി. 2023 സുഹാസ് ഷെട്ടിയുടെ സുഹൃത്തുക്കളായ പ്രശാന്തും ധനരാജും ചേർന്ന് അബ്ദുൽ സഫ്വാനെ ആക്രമിച്ചിരുന്നു. അന്ന് തിരിച്ചുള്ള ആക്രമണത്തിൽ നിന്നും പ്രശാന്തിനെയും ധനരാജിനെയും സംരക്ഷിച്ചത് സുഹാസ് ഷെട്ടിയായിരുന്നു. ഇതിൽ അബ്ദുൽ സഫ്വാന് സുഹാസ് ഷെട്ടിയോട് കടുത്ത വൈരാഗ്യമുണ്ടായിരുന്നു. സഹോദരനെ കൊലപ്പെടുത്തിയതിൽ ആദിൽ മെഹ്റൂഫും സുഹാസ് ഷെട്ടിയോടുള്ള വൈരാഗ്യത്തിലായിരുന്നു. ഇവർ സുഹാസിനെ കൊലപ്പെടുത്തുവാൻ ഗൂഢാലോചന നടത്തുകയും ഇതിനായി ഒരു ടീമിനെ നിയോഗിക്കുകയും ചെയ്തു. കൃത്യത്തിനായി ആദിൽ മെഹ്റൂഫ് 5 ലക്ഷം രൂപ മുടക്കുവാൻ തയ്യാറാവുകയും 3 ലക്ഷം രൂപ അഡ്വാൻസ് നൽകിയതായും പറയുന്നു. നിയാസ്, മുഹമ്മദ് മുസമിർ, കലന്തർ ഷാഫി, രഞ്ജിത്ത്, നാഗരാജ്, മുഹമ്മദ് റിസാൻ എന്നിവരുൾപ്പെട്ട സംഘം സുഹാസിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും കിന്നിപ്പദവ് ജംഗ്ഷനിൽ വെച്ച് കൊലപാതകം നടത്തുകയുമായിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. 6 പേരാണ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്. ನಿನ್ನೆ ರಾತ್ರಿ ನಾವು ಈ ಕೇಸ್ ಸಂಬಂಧಪಟ್ಟ 8 ಜನಕ್ಕೆ ದಸ್ತಗಿರಿ ಮಾಡಿದ್ದೀವಿ. ಈ ಕೇಸಲ್ಲಿ ಮೊದಲೇ ಆರೋಪಿ ಅಬ್ದುಲ್ ಸಫ್ವಾನ್. ಇವರು ಮುಖ್ಯವಾಗಿ ಶಾಂತಿಗುಡ್ಡೆ ವಿಲೇಜಿಂದ. ಅಬ್ದುಲ್ ಸಫಾನ್ ಮೇಲೆ 2023 ಒಂದು ಮರಣಾಂತಿಕ ಹಲ್ಲೆ ಆಗ್ತದೆ. ಆವಾಗ ಧನರಾಜ್ ಮತ್ತು ಪುನೀತ್ ಮತ್ತು ಪ್ರಶಾಂತ್ ಅಂತವರು ಹಲ್ಲೆ ಮಾಡಿ ಅವ್ರಿಗೆ ಗಾಯ ಮಾಡ್ತಾರೆ. ಸೊ ಸೂರತ್ಕಲ್ಲಲ್ಲಿ 2023 ಒಂದು ಕೇಸ್ ದಾಖಲಾಗ್ತದೆ. ಪ್ರಶಾಂತ್ ಮತ್ತು ಧನರಾಜ್ ಇವರು ಸುಹಾಸ್ ಶೆಟ್ಟಿದು ಸ್ನೇಹಿತರುಗಳು. ಸೊ ನಂತರ ಇವರು ಎಲ್ಲ ಜೈಲಿಗೆ ಹೋಗ್ತಾರೆ. ಆದ ನಂತರ ಕೆಲವು ಕಾರಣದಿಂದ ಸಫ್ವಾನ್ ಅಂದ್ಕೊಂಡಿದ್ದು ದಟ್ ಸುಹಾಸ್ ಶೆಟ್ಟಿ ಒಂದು ದಿವಸ ಅವರಿಗೆ ಕೊಲೆ ಮಾಡ್ತಾನೆ ಅಂತ. ಸೊ ಈ ವಿಷಯ ಅವರು ತಮ್ಮ ಸ್ನೇಹಿತರು ಮುಜಾಮಿಲ್ ಜೊತೆಗೆ ಚರ್ಚೆ ಮಾಡ್ತಾನೆ ಮತ್ತು ನಿಯಾಜ್ ಜೊತೆಗೆ ಚರ್ಚೆ ಮಾಡ್ತಾನೆ. ಈ ಮುಜಾಮಿಲ್ ಮತ್ತು ನಿಯಾಜ್ ಕೂಡ ಸ್ಥಳೀಯ ನಿವಾಸಿಗಳು. ಸೊ ಇವರು ಚರ್ಚೆ ಮಾಡುವಾಗ ಒಬ್ಬ ಮಿಡಿಲ್ ಅವರು ನೋನ್ ಮಂದಿ ಮುಖಾಂತರ ಒಬ್ಬ ಆದಿಲ್ ಮೆಹ್ರೂಫ್ಗೆ ಭೇಟಿ ಮಾಡ್ತಾರೆ. ಆದಿಲ್ ಮೆಹ್ರೂಫ್ ಇಸ್ ಯಂಗರ್ ಬ್ರದರ್ ಆಫ್ ಫಾಜಿಲ್. ಅವ್ರದ್ದು 2022 ಕೊಲೆ ಆಗಿತ್ತು. ಸೊ ಕೊಲೆ ಮುಖ್ಯ ಆರೋಪಿ ಸುಹಾಸ್ ಶೆಟ್ಟಿ. ಸುಹಾಸ್ ಶೆಟ್ಟಿ ಆ ಪ್ರಕರಣದಲ್ಲಿ 1 ವರ್ಷ ಜೈಲಲ್ಲಿದ್ದರು. ನಂತರ ಕಳೆದ ವರ್ಷ ಜೈಲಿಂದ ಆಚೆ ಬಂದಿದ್ದರು. ಸೊ ಆದಿಲ್ ಜೊತೆ ಮಾತಾಡಿಕೊಂಡು ಅವರು ಈ
ಅವ್ರಿಗೆ ಫಿನಿಷ್ ಮಾಡಲಿಕ್ಕೆ ಒಂದು ಸ್ಕೆಚ್ ಹಾಕ್ತಾರೆ. ಆ ಸಮಯದಲ್ಲಿ ಒಟ್ಟಾರೆ ಒಂದು 5 ಲಕ್ಷದ ಮಾತುಗಳು ಆಗ್ತಾಯಿದೆ. 3 ಲಕ್ಷ ಆದಿಲ್ ಇವ್ರಿಗೆ ಅಡ್ವಾನ್ಸ್ ಕೊಡ್ತಾರೆ. ನಂತರ ಇವರು ತಮ್ಮ ಟೀಮ್ ಫಾರ್ಮೇಷನ್ ಸ್ಟಾರ್ಟ್ ಮಾಡ್ತಾರೆ. ಅದರಲ್ಲಿ ಮುಖ್ಯವಾಗಿ ಅಬ್ದುಲ್ ಸಫ್ವಾನ್, ಮೊಹಮ್ಮದ್ ನಿಯಾಜ್, ಮೊಹಮ್ಮದ್ ಮುಜಾಮಿಲ್ ಮತ್ತು ಕಲಂದರ್ ಶಫಿ ಮತ್ತು ನಿಯಾಜ್ದು ಇಬ್ಬರು ಸ್ನೇಹಿತರುಗಳು ಕಲಸ ಚಿಕ್ಕಮಗಳೂರಲ್ಲಿ ವಾಸ ಮಾಡ್ತಾಯಿದ್ರು. ರಂಜಿತ್ ಮತ್ತು ನಾಗರಾಜ್ ಅವರಿಗೆ ಕೂಡ ಅವರು ಕರೀತಾರೆ. 15 ದಿವಸ ಹಿಂದೆ ನಾಗರಾಜ್ ಮತ್ತು ರಂಜಿತ್ ಕೂಡ ಬಂದು ಸಫಾನ್ ಮನೆಯಲ್ಲಿ ವಾಸ ಮಾಡಿದ್ದಾರೆ. ನಂತರ ಇವರು ಸ್ವಲ್ಪ ಇವರಿಗೆ ಫಾಲೋಅಪ್ ಮಾಡಿದ್ದಾರೆ. ಈ ಕೃತ್ಯದಲ್ಲಿ ಅವರಿಗೆ ಮತ್ತೊಮ್ಮೆ ಸರಿ ರಿಜ್ವಾನಿಂದ ಕೂಡ ಸಹಯೋಗ ಸಿಕ್ಕಿದೆ ಮತ್ತು ಕೆಲವರು ಅವರಿಗೆ ಇನ್ಫಾರ್ಮೇಷನ್ ಕೊಟ್ಟಿದ್ದಾರೆ ಅವ್ರದ್ದು ಮೂವ್ಮೆಂಟ್ ಬಗ್ಗೆ. CCTV ദൃശ്യങ്ങളുടെ ചുവട് പിടിച്ച് നടന്ന അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് ആക്രമണത്തിന് ഉപയോഗിച്ച കത്തി ലഭിച്ചതും കൊലയാളി സംഘമെത്തിയ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തതും അന്വേഷണത്തിൽ നിർണായകമായി. കർണാടകയെ തന്നെ നടുക്കിയ കൊലപാതക കേസിൽ 4 പോലീസ് സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയപാതയിലെ കുമ്പളയിൽ ടോൾ ഗേറ്റ് സ്ഥാപിക്കുവാനുള്ള ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനത്തിനെതിരെ ആക്ഷൻ കമ്മിറ്റി പ്രക്ഷോഭത്തിലേക്ക്. 2 ടോൾ ഗേറ്റുകൾ തമ്മിൽ 60 കിലോമീറ്റർ ദൂര വ്യത്യാസം വേണമെന്നിരിക്കെ കുമ്പളയിൽ ടോൾ ഈടാക്കുന്നത് അന്യായമാണെന്ന് AKM അഷ്റഫ് MLA ഉൾപ്പെടെയുള്ള ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. നിലവിൽ ദേശീയപാത 66-ൽ തലപ്പാടിയിൽ ഒരു ടോൾ ഗേറ്റുണ്ട്. ഇവിടെ നിന്നും 20 കിലോമീറ്റർ ദൂരത്തിൽ കുമ്പളയിൽ രണ്ടാമത് സ്ഥാപിക്കുന്ന ടോൾ ഗേറ്റ് ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുമെന്നും 2 ടോൾ ഗേറ്റുകൾ തമ്മിൽ 60 കിലോമീറ്റർ ദൂര വ്യത്യാസം വേണമെന്നിരിക്കെ കുമ്പളയിൽ ടോൾ ഈടാക്കുന്നത് അന്യായമാണെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. 60 കിലോമീറ്ററിനുള്ളിൽ ടോൾ പിരിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പ്രഖ്യാപിച്ചതാണ്. ഇതിന് ഘടകവിരുദ്ധമായാണ് ദേശീയപാത അതോറിറ്റി ടോൾ പിരിക്കുവാനിറങ്ങുന്നതെന്നും ഇവർ ആരോപിച്ചു. ദേശീയപാത 66-ന്റെ തലപ്പാടി ചെങ്കള ആദ്യ റീച്ച് പ്രവൃത്തി പൂർത്തിയായിട്ടുണ്ടെന്നും സെക്കൻഡ് റീച്ച് പ്രവൃത്തി പൂർത്തിയാകാത്തതിനാൽ താൽക്കാലികമായാണ് കുമ്പളയിൽ ടോൾ പിരിക്കുന്നതെന്നുമാണ് ദേശീയപാത അതോറിറ്റി അധികൃതർ പറയുന്നത്. ഇവിടെ നിന്നും മംഗളൂരുവിൽ എത്തുവാൻ 2 ടോൾ നൽകണം. പ്രദേശവാസികൾക്ക് ഇത് ദുരിതവും സാമ്പത്തിക ബാധ്യതയുമുണ്ടാക്കുന്നു. കുമ്പള നഗരത്തോട് 1/2 കിലോമീറ്റർ മാറിയാണ് ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നത്. ഇത് വലിയ രീതിയിൽ ഗതാഗത തടസ്സമുണ്ടാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അന്യായമായ ടോൾ പിരിവിനെതിരെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, വ്യാപാരികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവർ ഉൾപ്പെടുന്ന ആക്ഷൻ കമ്മിറ്റിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നതിൽ അഭിപ്രായമാരാഞ്ഞ് ദേശീയപാത അധികൃതർ MLAയ്ക്കും പഞ്ചായത്തിനും അറിയിപ്പ് നൽകിയെന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്നും ജനകീയ സമരങ്ങളെ വഴിതിരിച്ചു വിടുവാനുള്ള തൽപര കക്ഷികളുടെ ഗൂഢാലോചനയാണിതെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇന്ത്യയുടെ ഗതാഗത മന്ത്രിയുടെ ഒരു മനോഹരമായ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. 60 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ഒരു ടോൾ ബൂത്ത് വരുമെന്ന് കൃത്യമായി പറയുമ്പോൾ ഒരു ടോൾ ബൂത്ത് തലപ്പാടിയിലുണ്ട്. ആ ടോൾ ബൂത്ത് കഴിഞ്ഞ് 20 കിലോമീറ്ററിന് ശേഷം മറ്റൊരു താൽക്കാലിക ബൂത്ത് നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി രൂക്ഷമായ ജനങ്ങളുടെ പ്രശ്നം ഒരു സ്ഥലത്ത് നിലനിൽക്കുമ്പോൾ അത് പരിഹരിക്കാതെ കിടക്കുമ്പോൾ അവർക്ക് ഏറ്റവും ദ്രോഹം ചെയ്യുന്ന ഒരു രീതിയിലാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഈ ഒരു തീരുമാനം എന്നാണ് പറയാനുള്ളത്. അത് മാത്രമല്ല, നിങ്ങൾക്കൊക്കെ അറിയാം, ഈ 60 കിലോമീറ്റർ മാത്രം ഇപ്പോൾ കുമ്പളയുടെ അവസ്ഥ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാസർകോട്ടുകാർ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മംഗലാപുരത്ത് ആശ്രയിക്കുന്ന ആളുകളാണ്. പരമ്പരാഗതമായി മംഗലാപുരത്ത് ആശ്രയിക്കുന്നത് ഇപ്പോഴും തുടരുന്നുണ്ട്. ദിനേന ഈ മംഗലാപുരം പോകുന്ന ആളുകൾ ഈ ടോള് കൊടുത്ത് ടോള് 20 കിലോമീറ്ററിനിടയിൽ 2 ടോളിന് പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ പൈസ കൊടുക്കണം എന്നറിയുന്ന ഭീകരമായ ഒരു അവസ്ഥ ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. ഒരു കാരണവശാലും അവിടെ പണി തുടരുകയോ ആ ടോൾ ബൂത്ത് സാധാരണക്കാരൻ്റെ തലയിൽ വലിയൊരു ഭാരം ഏൽപ്പിക്കുന്ന ടോൾ ബൂത്ത് കുമ്പളയിൽ സ്ഥാപിക്കാൻ അനുവദിക്കില്ല. മറ്റ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ താഹിറ യൂസഫ്, അഷ്റഫ് കർല, നാസർ മൊഗ്രാൽ, BA റഹ്മാൻ, CA സുബൈർ, VV രമേശൻ, K ലക്ഷ്മണപ്രഭു, അഹമ്മദ് അലി കുമ്പള, താജുദ്ദീൻ മൊഗ്രാൽ, നാസർ ബംബ്രാണ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ 35ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം വിദ്യാനഗർ ചെട്ടുംകുഴിയിലെ റോയൽ കൺവെൻഷൻ സെന്ററിൽ നടന്നു. പൊതുസമ്മേളനം കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. സുരേഷ് ഗോപി കളിക്കുന്ന പോലീസുകാർ സേനയ്ക്ക് ആവശ്യമില്ലെന്ന് AN ഷംസീർ പറഞ്ഞു. ജനസേവകരായ പോലീസ് സംവിധാനവും രാഷ്ട്രീയവും ജനജീവിതത്തെ മുൻവിധിയോടെ കാണേണ്ടവരല്ലെന്നും അതേസമയം ജനങ്ങൾക്ക് പോലീസിനോടുള്ള പേടി നഷ്ടപ്പെട്ടാൽ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാകുമെന്നും പോലീസുകാരായവർക്ക് രാഷ്ട്രീയമുണ്ടെങ്കിലും പോലീസ് യൂണിഫോം അണിഞ്ഞവർക്ക് രാഷ്ട്രീയമോ രാഷ്ട്രീയ സ്വാധീനമോ പാടില്ലെന്നും AN ഷംസീർ പറഞ്ഞു. പൗരാവകാശം പഠിക്കുവാനും മനസ്സിലാക്കുവാനും പാലിക്കുവാനും ഓരോ പോലീസുകാരനും തയ്യാറാകണമെന്നും ഭരണഘടനയ്ക്ക് അനുസൃതമായി വേണം പ്രവർത്തിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോലീസ് സ്റ്റേഷനുകളിൽ SHOമാരായി CIമാർ മാറിയപ്പോൾ SIമാർ വേണ്ടത്ര ഊർജിതമായി പ്രവർത്തിക്കുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ നാളെ മുതൽ സുരേഷ് ഗോപി കളിക്കുകയല്ല വേണ്ടതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സാധാരണ ഒരു സ്റ്റേഷനിൽ പുതിയ SI വന്നാൽ നമുക്കറിയില്ല. കാരണം അതിന് നമുക്കുണ്ടാക്കും, അല്ലെങ്കിൽ ലോക്കലായിട്ട് ആൾക്കാരുടെ കച്ചവടം നമുക്ക് പറയും. ഇപ്പം എത്ര SIമാരെ ജനം അറിയുന്നത്? സ്റ്റേഷനകത്ത് SHOമാരെ CIമാർ മാറിയപ്പോൾ, ഇൻസ്പെക്ടർമാർ മാറിയപ്പോൾ പല SIമാരും വേണ്ടത്തിൽ ആക്റ്റീവില്ല. SIമാർ സബ് ഇൻസ്പെക്ടർമാരാണ്, അവർ കൃത്യം ആക്റ്റീവ്. ഇത് ഓഫീസേഴ്സ് അസോസിയേഷനാണ്. ഓഫീസർമാർ കൃത്യം ആക്റ്റീവ് എന്നുള്ളതാണ്. നാടിനകത്ത് റൂൾ ഓഫ് ലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ കൃത്യമായി അതിനകത്ത് പോലീസ് ഓഫീസർമാർ ഇടപെടണം എന്ന് വിചാരിച്ച് നാളെ സുരേഷ് ഗോപി ഒരിക്കലല്ല സിനിമ കണ്ട് ആവേശത്തിന് കറങ്ങണം. മറിച്ച് കൃത്യമായ ഓരോ പ്രദേശത്തും സജീവമായി ഇടപെട്ടു പോകുന്നില്ല നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. സംഘാടക സമിതി ചെയർമാൻ P. നളിനാക്ഷൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ദാസൻ MV അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. തൃക്കരിപ്പൂർ MLA M. രാജഗോപാലൻ, കാസർഗോഡ് അഡീഷണൽ SP P. ബാലകൃഷ്ണൻ നായർ, കാസർഗോഡ് DYSP CK സുനിൽകുമാർ, KPOA സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി PP മഹേഷ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി EV പ്രദീപൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം M. സദാശിവൻ, ജില്ലാ സെക്രട്ടറി AP സുരേഷ്, ജില്ലാ പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് ഗിരീഷ് ബാബു, മുൻ ജില്ലാ പ്രസിഡന്റും DYSPയുമായ V. ഉണ്ണികൃഷ്ണൻ, DYSPമാരായ M. സുനിൽകുമാർ, CBK തോമസ് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ അജിത K. സ്വാഗതവും KPOA ജോയിന്റ് സെക്രട്ടറി KPV രാജീവൻ നന്ദിയും പറഞ്ഞു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അജിത് കുമാർ P.യുടെ അധ്യക്ഷതയിൽ നടന്ന പ്രതിനിധി സമ്മേളനം നോർത്ത് സോൺ IG P. രാജ്പാൽ മീണ IPS ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി CV വിജയഭാരത് റെഡ്ഡി IPS മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ സെക്രട്ടറി P. രവീന്ദ്രൻ സ്വാഗതവും സംഘാടക സമിതി വൈസ് ചെയർമാൻ തമ്പാൻ T. നന്ദിയും പറഞ്ഞു. തുടർന്ന് KPOA സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രേംജി K. നായർ സംഘടനാ റിപ്പോർട്ടും ജില്ലാ കമ്മിറ്റി സെക്രട്ടറി P. രവീന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ സുഭാഷ് ചന്ദ്രൻ VT 2024-25 വർഷത്തെ വരവ് ചെലവ് കണക്കും, ഓഡിറ്റ് കമ്മിറ്റി അംഗം മഹേന്ദ്രൻ M. ഓഡിറ്റ് റിപ്പോർട്ടും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം രതീശൻ KK പ്രമേയവും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പബ്ലിക് സർവീസ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ N. അനന്തഭക്തൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കാസർഗോഡ് പബ്ലിക് സർവൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി KV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പബ്ലിക് സർവൻസ് സഹകരണ സംഘത്തിൽ ദീർഘകാലം വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ച അധ്യാപക നേതാവ് N. അനന്തഭക്തൻ മാഷെ അനുസ്മരിച്ചു. കാസർഗോഡ് പബ്ലിക് സർവൻസ് ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി KV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ പ്രഭാഷണവും KV ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു. നല്ല കണിശതയുള്ള കണക്കുള്ള ഒരാളാണ് അദ്ദേഹം. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി കണിശതയുണ്ട്. എല്ലാറ്റിനെക്കുറിച്ച് കൃത്യമായ രേഖകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റാണ്. ഇപ്പോൾ രാഘവൻ അദ്ദേഹം നടന്നാണ് പോവുക എന്നുള്ളത്. നടന്നു പോവുക എന്നുള്ളത് പണ്ടത്തെ ആളുകളുടെ ശീലമാണ്. സംഘടനാ പ്രവർത്തനം എത്രയോ കിലോമീറ്ററുകൾ നടന്നു പോയി ആളുകളെ സംഘടിപ്പിച്ച് അധ്യാപകരെ സംഘത്തിൽ ചേർന്ന അനുഭവമുള്ള പഴയ പല തലമുറക്ക് നിങ്ങൾ ഇവിടുന്ന് പബ്ലിക് സർവീസിന്റെ സൊസൈറ്റിയിലേക്ക് കാസർഗോഡ് പട്ടണത്തിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോറിക്ഷയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമാവില്ല. ഞാനടക്കമുള്ള ആളുകൾക്ക് അങ്ങനെ ശീലം വരില്ല. അത് കാശിന്റെ പ്രശ്നം കൊണ്ടൊന്നുമല്ല.
പുതിയ തലമുറ നോക്കേട്ടെ, നടക്കുന്നു നോക്കേട്ടെ. പിശുക്കൻ എന്ന് പറയും. അത് പിശുക്കല്ല, അത് പിശുക്കുകൊണ്ടല്ല, അതൊരു ശ്രദ്ധയാണ്. സംഘം മുൻ പ്രസിഡന്റ് ടി കെ രാജശേഖരൻ, ബി സുബ്രഹ്മണ്യ തന്ത്രി, കെ രവീന്ദ്രൻ, പി വിനയകുമാർ, അനന്തഭക്തൻ മാഷിന്റെ മകൾ ബീന ടീച്ചർ എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് കെ രാഘവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാഘവൻ വെള്ളിപ്പാടി സ്വാഗതവും ഡയറക്ടർ വി ഇന്ദുലേഖ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കാൽനട പ്രചരണ ജാഥ പ്രയാണം തുടങ്ങി. അമ്പലത്തറ വില്ലേജിൽ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം സുമതി ജാഥ ഉദ്ഘാടനം ചെയ്തു. വർഗീയതയ്ക്കെതിരായും സാമൂഹ്യ ജീർണതയ്ക്കെതിരായും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. അമ്പലത്തറ വില്ലേജിൽ മഹിളാ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എം സുമതി ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒന്നാം ദിവസത്തെ പര്യടനം പെരിയയിൽ നിന്നും ആരംഭിച്ച് രാവണീശ്വരം, തണ്ണോട്ട്, മാക്കി, രാമഗിരി, സുശീല ഗോപാലൻ നഗർ, പാണന്തോട്, തട്ടുമ്മൽ എന്നീ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ചാലിങ്കാൽ വില്ലേജിലെ ഉദയനഗറിൽ സമാപിച്ചു. അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി സുനു ഗംഗാധരൻ ലീഡറായും ഏരിയ പ്രസിഡന്റ് പി എ ശകുന്തള മാനേജരുമായ ജാഥയിൽ വിവിധ വില്ലേജുകളിൽ നിന്നായി നൂറുകണക്കിന് വനിതകൾ പങ്കെടുത്തു. വിവിധ കേന്ദ്രങ്ങളിൽ സുജാത ടീച്ചർ, രുക്മിണി, തുളസി ബിന്ദു, ദേവി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 3-4 തീയതികളിൽ ജാഥ വിവിധ വില്ലേജുകളിൽ പര്യടനം നടത്തും. 4-ാം തീയതി പുതുക്കൈ വില്ലേജിലെ മോനാച്ചയിൽ ജാഥ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വഴിയോരങ്ങളിലും വീടുകൾക്ക് മുന്നിലും ചെഞ്ചായമണിഞ്ഞ് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഗുൽമോഹർ മെയ് മാസത്തിലെ നയന മനോഹര കാഴ്ചയാണ്. മെയ് മാസപ്പൂക്കൾ എന്ന് വിളിപ്പേരുള്ള ഗുൽമോഹർ ഏപ്രിൽ ആദ്യവാരം മുതൽ രക്തപ്പൂക്കളായി വിടരും. തണൽമരമായി നട്ടുപിടിപ്പിക്കുന്ന ഗുൽമോഹർ കേരളത്തിൻ്റെ വഴിയോരങ്ങളിൽ പൂവണിഞ്ഞു നിൽക്കുന്ന കാഴ്ച മനോഹരമാണ്. പാതയോരങ്ങളിലെ മരങ്ങളിൽ കുലകുലയായി പൂത്തു നിൽക്കുന്ന ചുവന്ന പൂക്കൾ ഏറെ ആകർഷകമാണ്. ചില വർഷങ്ങളിൽ പൂവിടുന്നത് നേരത്തെയും മെയ് മാസത്തിനു ശേഷവുമാകാറുണ്ട്. പൂക്കൾ പൊഴിഞ്ഞ് വഴിയോരങ്ങൾ വർണ്ണാഭ നൽകാറുമുണ്ട്. ഡിലോണിക്സ് റെജിയ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഗുൽമോഹറിനെ ഇംഗ്ലീഷിൽ പോയിൻസിയന എന്നാണ് വിളിക്കാറ്. മദിരാശി മരം എന്നും പേരുണ്ട്. തണ്ടിന് നല്ല ബലമില്ലാത്തതുകൊണ്ട് മഴക്കാലത്ത് ശാഖകൾ ഒടിഞ്ഞു വീണ് യാത്രാ പ്രശ്നങ്ങളും ഗുൽമോഹർ വരുത്തിവെക്കാറുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ലഹരി വിമുക്ത കേരളം എന്ന ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ലഹരി വിരുദ്ധ സന്ദേശ യാത്രയുമായി കായിക വകുപ്പ് 5-ാം തീയതി കിക്ക് ട്രക്ക് എന്ന പേരിൽ കാസർഗോഡ് കളക്ട്രേറ്റിൽ നിന്നും ആരംഭിച്ച് വിവിധ ജില്ലകളിലൂടെ സഞ്ചരിച്ച് യാത്ര എറണാകുളത്ത് സമാപിക്കും. യാത്രയുടെ ഭാഗമായി ജില്ലയിൽ വാക്കത്തോൺ, മാരത്തോൺ, കായിക പ്രദർശനം തുടങ്ങിയ വിവിധ പരിപാടികൾ നടക്കുമെന്ന് ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കായിക വകുപ്പിൻ്റെ ലഹരി വിമുക്ത കേരള എന്ന ആശയം ജനങ്ങളിലെത്തിക്കാൻ കായിക വകുപ്പ് തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി 20 ദിവസത്തോളം എല്ലാ ജില്ലകളുടെയും കടന്നു പോകുന്ന രീതിയിൽ ഒരു കായിക ലഹരി വിമുക്ത കേരളം യാത്ര ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ സാർ കാസർഗോഡ് വെച്ച് ആരംഭിക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം മെയ് 5 രാവിലെ 8 മണിക്ക് വാക്കത്തോണോട് കൂടി കാസർഗോഡ് ബസ് സ്റ്റാൻഡിലെത്തി ഇവിടെ വെച്ചാണ് തുടങ്ങുന്നത്. അതിനു മുമ്പായി പാലക്കുന്നിൽ വെച്ച് ഒരു മാരത്തോൺ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. വിപുലമായ തോതിലാണ് അത് സംഘടിപ്പിക്കുന്നത്. പാരിതോഷികമായി ഫസ്റ്റ് പ്രൈസ് 15,000, സെക്കൻഡ് പ്രൈസ് 10,000, തേർഡ് പ്രൈസ് 7,500, പിന്നെ 4 മുതൽ 10 വരെ 2,000 രൂപ എന്നിങ്ങനെയാണ് പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് സ്ത്രീകൾക്കും പങ്കെടുക്കാവുന്നതാണ്. സ്ത്രീകൾക്ക് പ്രത്യേകമായി ഇതേപോലെ തന്നെ പാരിതോഷികമുണ്ട്. അപ്പോൾ അത് രാവിലെ 6:30 പാലക്കുന്ന് വെച്ച് നമ്മുടെ ബഹുമാന്യനായ പോലീസ് ചീഫ് വിജയ് ഭാരത് റെഡ്ഡി അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതും ആ മാരത്തോൺ കാസർഗോഡ് കളക്ട്രേറ്റിൽ എത്തുന്നതിനോടൊപ്പം വാക്കത്തോൺ അവിടെ നിന്ന് ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ പി, സെക്രട്ടറി പ്രദീപൻ AV, വൈസ് പ്രസിഡന്റ് അശോകൻ മാസ്റ്റർ PP എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
നിർമ്മിത ബുദ്ധി ഫാർമ കെമിസ്ട്രിയിലും ആരോഗ്യമേഖലയിലും വരുത്തുന്ന പുതിയ മാറ്റങ്ങൾ പരിചയപ്പെടുത്തി തൃക്കരിപ്പൂർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ ദേശീയ സെമിനാർ നടത്തി. ഫാർമസി കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ വിദഗ്ധർ 3 വിഷയങ്ങളാണ് അവതരിപ്പിച്ചത്. പുതിയ കാലത്ത് നിർമ്മിത ബുദ്ധിയെപ്പറ്റിയുള്ള മാറ്റങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള സെമിനാറിൽ മംഗളൂരു നിറ്റെ കോളേജിലെ ഡോക്ടർ രേവണ സിദ്ധപ്പ, തമിഴ്നാട് ഈറോഡിലെ നന്ദ കോളേജിലെ ഡോക്ടർ ശിവകുമാർ, എറണാകുളം ലിസി കോളേജിലെ ഡോക്ടർ മനോജ് കുമാർ എന്നിവരാണ് വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചത്. രാജീവ് ഗാന്ധി ഫാർമസി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി പരിധാവി അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് പി ഷീബ മുഖ്യാതിഥിയായിരുന്നു. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി അരുൺകുമാർ, കൺവീനർ ഡോക്ടർ സത്യ, ഡോക്ടർ ശാന്തി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഷൈനിങ് ഷൂട്ടേഴ്സ് മീലാദ് നഗർ സംഘടിപ്പിച്ച അണ്ടർ-16 ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റിൽ FC ദേളി ചാമ്പ്യന്മാർ. ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ മറുപടിയില്ലാത്ത 4 ഗോളുകൾക്ക് സോക്കർ നടുപ്പള്ളത്തെ പരാജയപ്പെടുത്തിയാണ് FC ദേളി കിരീടം ചൂടിയത്. ഷൈനിങ് ഷൂട്ടേഴ്സ് മീലാദ് നഗറിന്റെ ആഭിമുഖ്യത്തിൽ 3 ദിവസങ്ങളിലായി നടന്ന അണ്ടർ-16 ഫൈവ്സ് ഫുട്ബോൾ ടൂർണമെന്റിൽ 24 ടീമുകളാണ് മാറ്റുരച്ചത്. ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൂടെയാണ് FC ദേളിയും സോക്കർ നടുപ്പളവും ഫൈനൽ പ്രവേശനം നേടിയത്. ആവേശത്തിരയിളക്കി നടന്ന ഫൈനൽ മത്സരത്തിൽ മറുപടിയില്ലാത്ത 4 ഗോളുകൾക്ക് സോക്കർ നടുപ്പളത്തെ പരാജയപ്പെടുത്തി FC ദേളി കിരീടം ചൂടി. ഫൈനൽ മത്സരത്തിനു മുൻപ് ടീം അംഗങ്ങളും മുഖ്യാതിഥികളും ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തത് ശ്രദ്ധേയമായി. കുമ്പള ഗ്രാമപഞ്ചായത്ത് അംഗം റിയാസ് മൊഗ്രാൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായും മികച്ച ഗോൾ കീപ്പറായും FC ദേളിയിലെ ഇക്ലാസും നജാത്തും തിരഞ്ഞെടുക്കപ്പെട്ടത് FC ദേളിയുടെ വിജയത്തിന് മാറ്റുകൂട്ടി. ഷഹബാസ്, അബൂ സിദാൻ, മുഹമ്മദ് സിനാൻ എന്നിവരാണ് ദേളിക്ക് വേണ്ടി ബൂട്ടണിഞ്ഞ മറ്റു താരങ്ങൾ. BM ഫാരിസ് മൊഗ്രാൽ കളി നിയന്ത്രിച്ചു. സംഘാടകരായ ഋഷി, ഫായിസ്, നദീം എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. സമാപന ചടങ്ങിൽ വിജയികൾക്ക് കുമ്പള ഗ്രാമപഞ്ചായത്ത് അംഗം റിയാസ് മൊഗ്രാൽ ട്രോഫി സമ്മാനിച്ചു. റണ്ണേഴ്സിന് മൊഗ്രാൽ സ്പോർട്സ് ക്ലബ്ബ് മുൻ ക്യാപ്റ്റൻ MP അബ്ദുൽ ഖാദർ ട്രോഫി സമ്മാനിച്ചു. മികച്ച കളിക്കാരനും ഗോൾ കീപ്പർക്കുമുള്ള ട്രോഫികൾ AM സിദ്ദിഖ് റഹ്മാൻ, BA മുഹമ്മദ് കുഞ്ഞി എന്നിവർ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദുബായ് KMCC മഞ്ചേശ്വരം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 6 മാസത്തോളം നീണ്ടുനിന്ന മെഗാ MMPL സീസൺ 6 സമാപനം. ദുബായിലെ അബുഹൈൽ സ്പോർട്സ് ബേ ഗ്രൗണ്ടിൽ നിരവധി പ്രവാസികൾ പങ്കെടുത്ത സമാപന ചടങ്ങിൽ KMCC സംഘടിപ്പിച്ച ബഹുദിന കായിക സാംസ്കാരിക പരിപാടികൾ ശ്രദ്ധേയമായി. മെഗാ MMPL സീസൺ 6ന്റെ ഭാഗമായി കഴിഞ്ഞ മാസങ്ങളിൽ ബാഡ്മിൻ്റൺ, ഓവറാം ക്രിക്കറ്റ്, വോളിബോൾ, അണ്ടറാം ക്രിക്കറ്റ്, സോക്കർ ലീഗ്, ഫാമിലി മീറ്റ് തുടങ്ങിയ പരിപാടികൾ മഞ്ചേശ്വരത്തെ പ്രവാസികളെ ആവേശത്തിലാഴ്ത്തി. സമാപന സംഗമം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വിഭിന്ന മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ അനുമോദിച്ചു. ഹ്രസ്വ സന്ദർശനാർത്ഥം UAEയിലെത്തിയ മുസ്ലിം ലീഗ് നേതാക്കളായ മാഹിൻ കേളോട്ട്, ഗോൾഡൻ അബ്ദുൽ റഹ്മാൻ, PTA റഹ്മാൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ഇബ്രാഹിം ബേരിക്കെ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഇബ്രാഹിം ഖലീൽ, ഹംസ തൊട്ടി, അബ്ദുൽ ഖാദർ അരിപ്പാമ്പ്ര, സലാം കന്യപ്പാടി, TR ഹനീഫ്, ഡോക്ടർ ഇസ്മായിൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. സൈഫുദ്ദീൻ മൊഗ്രാൽ സ്വാഗതവും മൻസൂർ മർത്തിയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ കുട്ടമത്ത് പൊന്മാലം വിഷ്ണുമൂർത്തി ക്ഷേത്രം പ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവം മെയ് 5 മുതൽ 13 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം നവീകരണ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു വ്യാഴവട്ടക്കാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കലശ മഹോത്സവത്തിന് ഒരുങ്ങിയിട്ടുള്ളത്. ക്ഷേത്രം തന്ത്രി കാളക്കാട്ട് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് താന്ത്രിക കർമ്മങ്ങൾ നടക്കുക. ക്ഷേത്ര ഗോപുരങ്ങളുടെയും ക്ഷേത്രസ്ഥാനങ്ങളുടെ നവീകരണം, ക്ഷേത്ര കവാടങ്ങളുടെ നിർമ്മാണം തുടങ്ങിയ ഭൗതിക പ്രവർത്തനങ്ങൾ ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. മെയ് 5 വൈകുന്നേരം 4 മണിക്ക് തന്ത്രി സ്വീകരണം നടക്കും. തുടർന്ന് വിവിധ നിർമ്മിതികളുടെ സമർപ്പണം, മുന്നോടിയായി ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ കാവൽ പന്തലിൽ നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എന്നിവ നടക്കും. രാത്രി 7 മണിക്ക് ഉത്തര കേരള കൈകൊട്ടിക്കളി മത്സരം നടക്കും. മെയ് 9 രാവിലെ 8:41 10:37 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ പ്രതിഷ്ഠാകർമ്മങ്ങൾ നടക്കും. ഉച്ചയ്ക്ക് അന്നദാനം നടക്കും. മെയ് 11 രാത്രി 8 മണിക്ക് കളിയാട്ടത്തിന്റെ ഭാഗമായി തോറ്റങ്ങൾ അരങ്ങിലെത്തും. 12 രാവിലെ രക്തചാമുണ്ടി, അങ്കക്കുളങ്ങര ഭഗവതി, വിഷ്ണുമൂർത്തി തെയ്യങ്ങളുടെ പുറപ്പാട്. മെയ് 13 രാവിലെ 10 മണി മുതൽ വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിൽ അനുഗ്രഹം ചൊരിയുവാനെത്തും. രാത്രി 9 മണിക്ക് വിളക്കരിയിൽ ചടങ്ങോടെ ഉത്സവ
ഉത്സവാഘോഷത്തിന് സമാപനമാകും. കുട്ടമത്ത് പൊന്മാലം ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര പ്രതിഷ്ഠ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് ഉള്ള ഒരു പത്രസമ്മേളനമാണ് നമ്മളിന്ന് വിളിച്ചു ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ വരുന്ന മെയ് 4 മുതൽ 13 വരെയാണ് ഉത്സവാഘോഷ പരിപാടികൾ നടക്കുന്നത്. നവീകരണ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ KV മനോജ് മാസ്റ്റർ, ജനറൽ കൺവീനർ പൂച്ചക്കാടൻ രാമചന്ദ്രൻ, ട്രഷറർ T കമലാക്ഷൻ, ദേവസ്വം പ്രസിഡന്റ് പറമ്പത്ത് വേണു, പ്രോഗ്രാം കമ്മിറ്റി ജോയിന്റ് കൺവീനർ ശശി പിലാങ്കു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പുതുക്കിപ്പണിത ബ്ലാർക്കോട് അംഗൻവാടിയുടെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സമീറ ഫൈസൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ഫണ്ട് 15.5 ലക്ഷവും ജില്ലാ പഞ്ചായത്ത് ഫണ്ട് 10 ലക്ഷവും ഉപയോഗിച്ചാണ് ബ്ലാർക്കോട് അംഗൻവാടി പുതുക്കിപ്പണിതത്. ഉത്സവാന്തരീക്ഷത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സമീറ ഫൈസൽ അംഗൻവാടി ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിസാർ കുളങ്കര, റാഫി ഏരിയാൽ, നൌഫൽ പുത്തൂർ, ധർമ്മപാലൻ, ബ്ലാർക്കോട് ALMSC കമ്മിറ്റി അംഗം AP ഷംസു, മുജീബ് ലിബാസ്, AP ജാഫർ, YMS ക്ലബ്ബ് ഭാരവാഹികളായ അർഷാദ്, മുൻഷാദ്, ആശാവർക്കർ ഫൗസിയ, ബ്ലാർക്കോട് അംഗൻവാടിയായ അനിത അംഗൻവാടി കുട്ടികളും രക്ഷിതാക്കളും നാട്ടുകാരും ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് മെമ്പറും ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഖദീജ അബ്ദുൽ ഖാദർ സ്വാഗതവും ബ്ലാർക്കോട് അംഗൻവാടി ടീച്ചർ ജയന്തി നന്ദിയും പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മധുര പലഹാരങ്ങളും പാനീയങ്ങളും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 1/4 നൂറ്റാണ്ടോളം പിഞ്ചോമനകളെ ചേർത്ത് പിടിച്ച ഉദിനൂർ തെക്കുപുറം അംഗൻവാടിയിലെ ഹെൽപ്പർ K വത്സലയ്ക്ക് നൽകിയ യാത്രയയപ്പും വാർഷികാഘോഷവും ഒരു ഗ്രാമത്തിൻ്റെ ഒത്തുചേരലായി മാറി. സൗഹൃദ സദ്യയും കുരുന്നുകളുടെയും കൗമാരപ്രായക്കാരുടെയും രക്ഷിതാക്കളുടെയും നൃത്തങ്ങൾ ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഉദിനൂർ തെക്കുപുറം അംഗൻവാടിയിൽ നിന്നും വിരമിക്കുന്ന ഹെൽപ്പർ K വത്സലയ്ക്ക് നാട് ഒരുമിച്ച് ചേർന്നാണ് യാത്രയയപ്പ് നൽകിയത്. അംഗൻവാടി വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 2 ദിവസങ്ങളിലായി അംഗൻവാടി കുട്ടികൾ, കൗമാരക്കാർ, രക്ഷിതാക്കൾ എന്നിവർക്ക് വിവിധ കലാകായിക മേളകളും സൗഹൃദ സദ്യ വിളമ്പലും നടന്നു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അംഗൻവാടി പരിസരത്തൊരുക്കിയ ഓഡിറ്റോറിയത്തിൽ സമാപന സമ്മേളനം പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം ഉദ്ഘാടനം ചെയ്തു. അംഗനവാടി കുട്ടികൾക്ക് ആവശ്യമായ രൂപത്തിലുള്ള അവരുടെ അംഗനവാടിയിലെ കുട്ടികൾക്കുള്ള പാത്രങ്ങൾ, ആവി ഭക്ഷണം ഉണ്ടാക്കാനുള്ള ആവി പാത്രങ്ങൾ, ജ്യൂസ് മെഷീൻ, അതേപോലെ തന്നെ കുട്ടികളെ തൂക്കാനുള്ള വെയിങ് മെഷീൻ എല്ലാം കഴിഞ്ഞ മാസം നമ്മൾ നൽകുകയുണ്ടായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ PV അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലയിലെ മികച്ച ICDS സൂപ്പർവൈസറായി തെരഞ്ഞെടുത്ത വളവറയിലെ M ലൈല, ഭാരത് ഭവൻ നെടുമുടി വേണു പുരസ്കാരം നേടിയ ഉദിനൂർ ബാലഗോപാലൻ, മികച്ച ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകനുള്ള കൊച്ചി മൂവി അഡ്മിറേഴ്സ് സംസ്ഥാന പുരസ്കാരം നേടിയ AG കമറുദ്ദീൻ, സർവീസിൽ നിന്നും വിരമിച്ച പടന്ന ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശൻ ചന്ദേര എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തെക്കുപുറം അംഗൻവാടി വർക്കർ KV ശൈലജ, TP സുജിത്ത്, നങ്ങാരത്ത് മൊയ്തു, KP നാരായണൻ, TK ഇന്ദിര, AK രമ്യ എന്നിവർ സംസാരിച്ചു. ഹെൽപ്പർ K വത്സല ഉൾപ്പെടെ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കിഴക്കുംകര ശാന്തി കലാമന്ദിരം മെയ്ദിനാഘോഷവും സാംസ്കാരിക സന്ധ്യയും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ സാംസ്കാരിക ഗ്രന്ഥശാല മേഖലകളിൽ മികച്ച ഇടപെടൽ നടത്തുന്ന കിഴക്കുംകര ശാന്തി കലാമന്ദിരം ലോക തൊഴിലാളി ദിനമായ മെയ് ദിന ആഘോഷവും സാംസ്കാരിക സന്ധ്യയും വിവിധ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇന്നിപ്പോ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും ജനാധിപത്യവും എല്ലാം തുടരുന്ന ഒരു ജീവിതം ഉണ്ടാക്കി നിൽക്കുന്നതിനു വേണ്ടി നമ്മുടെയെല്ലാം ഭാവി ജീവിതം നല്ലതായി തീരാൻ വേണ്ടി സ്വന്തം ജീവിതം ഊരിക്കൊടുത്ത രക്തസാക്ഷികളെ അനുസ്മരിക്കുന്ന ഉജ്ജ്വലമായ ഒരു സമരത്തിന്റെ അനുസ്മരണമാണ് മെയ് 1. എത്രമേൽ കഷ്ടതരമായിരുന്നു പണിയെടുക്കുന്നവന്റെ, അധ്വാനിച്ച് ജീവിക്കുന്നവന്റെ ജീവിതം എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ തന്നെ എത്രയോ കഥകളിലും നോവലുകളിലും കഥാപ്രസംഗങ്ങളിലും സിനിമകളിലും ഉൾപ്പെടെ പഴയകാലത്ത് ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്.
കലാമന്ദിരം പ്രസിഡന്റ് MK വിജയകുമാർ അധ്യക്ഷനായി. M. പൊക്ലൻ, ദേവി രവീന്ദ്രൻ, MV രാഘവൻ, K. വിശ്വനാഥൻ, K. മീന, KV ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ശാന്തി കലാമന്ദിരം സെക്രട്ടറി V. നാരായണൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി B. സരസ നന്ദിയും പറഞ്ഞു. തെരുവുനാടകം, കൈകൊട്ടിക്കളി തുടങ്ങിയ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIM താളിക്കുണ്ട് ബ്രാഞ്ചിന് വേണ്ടി നിർമ്മിക്കുന്ന TV കരിയൻ സ്മാരക മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ MLA ശിലാസ്ഥാപന ചടങ്ങ് നിർവഹിച്ചു. CPIM താളിക്കുണ്ട് ബ്രാഞ്ചിന് വേണ്ടി നിർമ്മിക്കുന്ന TV കരിയൻ സ്മാരക മന്ദിരത്തിന് ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ MLA ശിലാസ്ഥാപനം നടത്തി. ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു. അജിത് M. സ്വാഗതം പറഞ്ഞു. രാഘവൻ M, മൂലക്കണ്ടം പ്രഭാകരൻ, V. നാരായണൻ മാസ്റ്റർ, ഷാജി എടമുണ്ട, മാടിക്കാൽ നാരായണൻ, A. കൃഷ്ണൻ, നാരായണൻ MV എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മംഗളൂരുവിൽ VHP പ്രവർത്തകൻ സുഹാസ് ഷെട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 8 പേർ അറസ്റ്റിൽ. CCTV ദൃശ്യങ്ങളുടെ ചുവട് പിടിച്ച് നടന്ന അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കുമ്പളയിൽ ടോൾഗേറ്റ് സ്ഥാപിക്കുവാനുള്ള തീരുമാനത്തിനെതിരെ ആക്ഷൻ കമ്മിറ്റി രംഗത്ത്. 2 ടോൾഗേറ്റുകൾ തമ്മിൽ 60 കിലോമീറ്റർ ദൂര വ്യത്യാസം വേണമെന്നിരിക്കെ കുമ്പളയിൽ ടോൾ ഈടാക്കുന്നത് അന്യായമെന്ന് AK അഷ്റഫ് MLA. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ 35ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം ചെട്ടുംകുഴിയിലെ റോയൽ കൺവെൻഷൻ സെന്ററിൽ നടന്നു. പൊതുസമ്മേളനം കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. വഴിയോരങ്ങളിലും വീടുകൾക്ക് മുന്നിലും ചെഞ്ചായമണിഞ്ഞ് പൂത്തുലഞ്ഞ് ഗുൽമോഹർ. ഇത് മെയ് മാസത്തിലെ നയന മനോഹര കാഴ്ച. ലഹരി വിരുദ്ധ സന്ദേശ യാത്രയുമായി കായിക വകുപ്പ്. കിക്ക് ട്രക്ക് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന യാത്ര 5-ാം തീയതി കാസർഗോട്ട് നിന്നും ആരംഭിക്കും. തൃക്കരിപ്പൂർ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിൽ ദേശീയ സെമിനാർ നടത്തി. വിദഗ്ധർ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.